എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ന്യൂയോർക്ക് മേയർ സോറാൻ മംദാനി. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മംദാനി ന്യൂയോർക്ക് മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ലോകത്തിലെ വലിയ ചർച്ചയാകുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇയാൾക്ക് വേണ്ടി ഫണ്ട് മുടക്കിയിരിക്കുന്നത് ഏകദേശം 1000 കോടിയോളം മുടക്കിയിരിക്കുന്നത് ഹമാസാണ്. അപ്പോൾ എങ്ങനെയാണ് ഹമാസിന് ഇത്രയും പൈസ കിട്ടുന്നത്? നമുക്കറിയാം 2022 തൊട്ടിട്ട് ഈ ഹമാസും ഇസ്രയേൽ യുദ്ധത്തിലാണ്. അപ്പോൾ ഈ ഹമാസിനൊക്കെ ഫണ്ട് ചെയ്യുന്നത് സൗദി അറേബ്യയും ഖത്തറൊക്കെ ആണെന്നുള്ള ഒരു അഭ്യൂഹങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൂഫൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇസ്രയേലിൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട് ആരാണ് ഈ ഹമാസിന് വേണ്ടി ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഹമാസിൻ്റെ ആശയങ്ങൾ പിന്തുടരുന്ന ഒരാളാണ് ഈ സോറാൻ മംദാനി. സോറാൻ മംദാനിയുടെ അമ്മ മീര നായർ, ഒരു പഞ്ചാബിയാണ്. പിന്നൊന്ന് ഉഗാണ്ടയുടെ ഫാദർ എന്ന് വെച്ചാൽ ഉഗാണ്ടയുടെ മുഹമ്മദ് മംദാനി എന്ന് പറയുന്ന സ്കോളർ, ഒരു ഉഗാണ്ടൻ സ്കോളറാണ്. അപ്പോൾ പുടുന്നിനെ ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഏകദേശം 50% വോട്ട് നേടിയിട്ടാണ് മംദാനി ഇവിടെ ന്യൂയോർക്കിൽ ജയിക്കുന്നത്. ഈ ന്യൂയോർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി ഒരുപാടുള്ള സ്ഥലമാണ് ഈ ന്യൂയോർക്ക്. അവിടെ എങ്ങനെ 50% വോട്ട് നേടി മംദാനി ഒന്നാം സ്ഥാനത്തെത്തുന്നത്? രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ആണല്ലോ, അതായത് അവിടുത്തെ ഫോർമർ ഗവർണറാണ് ആൻഡ്രൂ കൂമോ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിന് 40% വോട്ട് കിട്ടി. മൂന്നാം സ്ഥാനത്ത് നിന്ന് കർട്ടിസ് സിൽവ എന്ന് പറയുന്നത്, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്, നമ്മുടെ ട്രംപിൻ്റെ പാർട്ടി, അയാൾക്ക് കിട്ടിയിരിക്കുന്ന വെറും 10% വോട്ടാണ്. അപ്പോൾ ഇവിടെയാണ് വലിയ ചർച്ചയാവുന്നത്. അതായത് ഇത്രയും ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ള ന്യൂയോർക്കിൽ എങ്ങനെ ഒരു ആൻറ്റി ജൂയിഷ് ആയിട്ടുള്ള, ഒരു ആൻറ്റി ഹിന്ദു ആയിട്ടുള്ള, ഒരു ആൻറ്റി ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു മുസ്ലിം കാൻഡിഡേറ്റ് അവിടെ എങ്ങനെ ജയിച്ചു വരുന്നു? അത് വലിയ ചർച്ചയായിരിക്കുകയാണ്. അതായത് ഇനി അമേരിക്ക, അപ്പോൾ ഇസ്രായേൽ തന്നെ ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇസ്ലാമിലോട്ടുള്ള ഒരു വലിയൊരു ചുവടുവെപ്പിൻ്റെ ഒരു തുടക്കമാണ് ഈ ന്യൂയോർക്ക് ഇലക്ഷൻ. അത് ഭാവിയിൽ ഈ മംദാനി പോലെയില്ല. അതായത് മംദാനി എന്ന് വെച്ചാൽ മംദാനി പരസ്യമായി പ്രഖ്യാപിച്ചെന്താണെന്നറിയോ? മംദാനിയുടെ 3 ശത്രുക്കൾ, ലോകത്തിൻ്റെ 3 ശത്രുക്കൾ, ഒന്ന് ഡൊണാൾഡ് ട്രംപ്, രണ്ടാമത് അതായത് മുസ്ലിം ജനങ്ങളെ കൊന്നൊടുക്കുന്ന നമ്മുടെ ഇസ്രായേലിൻ്റെ നെതന്യാഹു, മൂന്നാമത് ഇവിടെ ഇന്ത്യയിലുള്ള നരേന്ദ്രമോദി. ഇവർ മൂന്നുമാണ് ലോകത്തിലെ, ഈ 3 ആൾക്കാരുമാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് പ്രഖ്യാപിച്ച ഒരാളാണ് ഈ മംദാനി. ഈ മംദാനി പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് ഞാൻ ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ ന്യൂയോർക്ക് സിറ്റിയിൽ, ഈ ന്യൂയോർക്കിൻ്റെ ഇയാളെ ഈ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന പരിധിയിൽ ഡൊണാൾഡ് ട്രംപോ നെതന്യാഹോ നരേന്ദ്രമോദിയോ കാല് കുത്താൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഇസ്രായേലിനെ ഇസ്രായേലിനെ ഇന്ന് രാവിലെ പുറത്തുവിട്ട ഒരുപാട് തെളിവുകൾ ഈ മംദാനിക്കെതിരെ പുറത്തുവിട്ടു. അതായത് ആരാണ് ഇവർക്ക് ഇത്രയും ഫണ്ട് ചെയ്തത്? അതായത് ഞാൻ പറഞ്ഞു, ഈ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്ത് ഈ അമേരിക്കൻ പ്രസിഡന്റ് സ്റ്റൈലിലാണ് ഈ ന്യൂയോർക്ക് മേയർ ഇലക്ഷൻ്റെ ഒരു ക്യാമ്പയിൻ ഇവർ നടത്തിയിരിക്കുന്നത്, ഈ ഡെമോക്രാറ്റുകൾ. അപ്പോൾ വലിയ രീതിയിൽ പൈസ പൊട്ടിച്ച്, ക്യാഷ് പൊട്ടിച്ചിട്ടാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഈ അമേരിക്കൻ പ്രസിഡന്റിൽ ഒരു സ്വഭാവമുണ്ട്. അതായത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആരാണോ ഭരണത്തിലിരിക്കുന്നത് അവരാണ് കൂടുതൽ കാശ് പൊട്ടിക്കുക. അതായത് ഭരണത്തിലുണ്ടാവുന്ന പാർട്ടിക്ക് പൈസ ഉണ്ടാവുമല്ലോ, ഗവൺമെൻറ് പൈസയൊക്കെ ഉപയോഗിച്ച് ചെയ്യാമല്ലോ, ആൾക്കാർ പൈസയും കൊടുക്കും ഈ ഡൊണേഷൻ എന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ ഇവർ ഭരണത്തിലിരിക്കുന്നില്ല. അതായത് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്, ഡൊണാൾഡ് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഭരണത്തിലിരിക്കുന്നത്. പക്ഷേ ഡെമോക്രാറ്റുകളുടെ ഒരു സ്ഥാനാർത്ഥി ഈ റിപ്പബ്ലിക്കൻ പാർട്ടിനെക്കാട്ടും വലിയ രീതിയിലുള്ള പ്രചാരണം, കൊടുമ്പിരി കൊണ്ട പ്രചാരണം അഴിച്ചുവിടുന്നു. കാശൊക്കെ പൊട്ടിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ടൈപ്പ് ഒരു ക്യാമ്പയിൻ അങ്ങ് അഴിച്ചുവിടുന്നു. അപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള സംസാരമുണ്ടായിരുന്നു, ഇവർക്ക് എങ്ങനെ എവിടെ നിന്നാണ് ഇത്രയും പൈസ? അപ്പോൾ തന്നെ ഇസ്രായേലിലെ മാധ്യമങ്ങൾ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഇസ്രായേൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി ഹമാസാണ് ഫണ്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഇസ്രായേൽ പറഞ്ഞപ്പോൾ അമേരിക്ക പോലും വിശ്വസിച്ചില്ല. ലോകമാധ്യമങ്ങൾ ഇസ്രായേലിന്, അത് ഇദ്ദേഹം ഒരു മുസ്ലിമാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നതെന്നുള്ള ഒരു വാർത്തയാണെന്ന് കൊടുത്ത് ആരും വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് തെളിവ് സഹിതം, ഇത് ഇസ്രായേലിലെ മാധ്യമങ്ങൾ മാത്രമല്ല ഇന്ത്യൻ ഓൺലൈൻ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1000 കോടി രൂപ, 1000 ഇന്ത്യൻ കോടി രൂപയാണ് ന്യൂയോർക്ക് ഇലക്ഷനിൽ മംദാനിക്ക് വേണ്ടിയിട്ട് ഈ ഹമാസിൻ്റെ ആൾക്കാർ പൊട്ടിച്ചത്. അതായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹമാസിൻ്റെ ഒരു ആഗ്രഹമാണ്, ലോകത്തിലെല്ലാം ഇസ്ലാമികവൽക്കരിക്കുക. അതായത് ഇസ്ലാമിന് വേണ്ടിയിട്ട്, അതായത് അവരെ ചൂഷണം ചെയ്ത് അവരെ ആ മതപരമായ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വലിയ രീതിയിൽ ഇവരെ പിടിച്ചെടുക്കാൻ പറ്റുക, തീവ്ര ഇസ്ലാമിസം ലോകത്തിൽ അടിച്ചേൽപ്പിക്കുക, അവരെ ഒരു ലക്ഷ്യമാണ്. അവരെ മാത്രമല്ല, ഇത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന എല്ലാം, ഇപ്പോൾ കേരളത്തിലടക്കമുള്ള ഈ SDPI, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ആൾക്കാരും എല്ലാവരും ഒറ്റക്കെട്ടാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒറ്റ ഐഡിയോളജിക്ക് വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഹമാസ് ഈ അമേരിക്ക തകർക്കാനും ഇസ്രയേലിനെ തകർക്കാനും വേണ്ടിയിട്ട് അവർ വലിയ രീതിയിലുള്ള പണം, കോടികൾ ഒഴുക്കിയത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ ഖത്തറും സൗദിയൊക്കെയാണ് ഈ ഹംദാനി വേണ്ടിയിട്ട് പൈസ പുറത്തിറക്കിയെന്നില്ല. വളരെ സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഇനി ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും, ഇപ്പോൾ ഇസ്രായേൽ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതായത് സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ, ഐ ആം ഇസ്രായേലി, അങ്ങനെ കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇവരുടെ ഇതിൽ നിന്ന് ഹാൻഡിൽസ് എന്നൊക്കെ വരുന്ന പോസ്റ്റുകൾ കണ്ടാൽ മനസ്സിലാവും വലിയ രീതിയിലുള്ള ക്യാമ്പയിനാണ് ഈ ന്യൂയോർക്ക് മേയർ ഇലക്ഷനെതിരെ, ഹംദാനെതിരെ പുറത്തു വരുന്നത്. അത് എങ്ങനെ അമേരിക്കയിൽ ഇങ്ങനെ സംഭവിച്ചു? ഇത്രയും ജൂയിഷ് കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായിട്ട് പോലും എങ്ങനെ ഇയാൾ 50% വോട്ട് നേടി അവിടെ അധികാരത്തിൽ വന്നു? വലിയ ചോദ്യചിഹ്നമാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അമേരിക്കയിലെ തന്നെ ഓൺലൈൻ ചില മാധ്യമങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ന്യൂയോർക്ക് സിറ്റിയിലെ വോട്ട്
റിക്രൂട്ട് ചെയ്ത ആൾക്കാരുടെ ശരിക്കും അവർ ഏത് കമ്മ്യൂണിറ്റിയിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ്, മുസ്ലിമാണോ, ക്രിസ്ത്യാനിയാണോ, ഹിന്ദു ആണോ, വേറെ എന്തെങ്കിലും ലോകത്തിലെ മറ്റു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരാണോ, അത്തരത്തിലുള്ള രേഖകൾ ഉടൻ പുറത്ത് വിടണം എന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയിൽ, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഫുൾ പുറത്ത് വിടണം. അതായത് ട്രംപിൻ്റെ, അതായത് ഭരണത്തിലിരിക്കുന്ന ആൾക്കാരെന്നോട് പറഞ്ഞു ഇപ്പോൾ ഉടൻ പുറത്ത് വിടണമെന്ന്. അപ്പോൾ എന്ത് തന്നെയാലും അമേരിക്കയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഇലക്ഷന് മുന്നേ തന്നെ ഞാൻ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ന്യൂയോർക്ക് ഇലക്ഷൻ ഞാൻ നല്ല അത് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് ഒരുപാട് വീഡിയോകളൊക്കെ വീഡിയോ, ഞാൻ ഈ ന്യൂയോർക്ക് എന്ന സ്ഥലത്ത് ഞാൻ ഏകദേശം ഒരു വർഷത്തോളം താമസിച്ച ഒരു വ്യക്തിയാണ്. ജോലിയുടെ ഭാഗമായിട്ട്, ഞാനവിടെ IT പ്രൊഫഷനാണ്, ജോലിയുടെ ഭാഗമായിട്ട് അവിടെ ഒരു വർഷത്തോളം താമസിച്ച ഒരു വ്യക്തിയാണ്. അവിടെ ഏകദേശം എല്ലാ സ്ഥലത്തും ഞാൻ പോയ ഒരാളാണ്. ഫുള്ള് ജൂയിഷ് ആണ്, ക്രിസ്ത്യാനിറ്റി നമുക്ക് കാണാൻ പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ, എവിടെയും ചെന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആ ഒരു ഫ്രീഡം ഇതെല്ലാം കാണാൻ പറ്റും. ഇനി ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി വലിയ രീതിയിൽ ശരിയായ നിയമം ന്യൂയോർക്കിൽ അടിച്ചേൽപ്പിക്കാൻ പോവുകയാണ്. അതായത് ഇനി പറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്കിപ്പോൾ ലണ്ടനിലെ കാര്യം എന്താണ്, ലണ്ടനിൽ ഏകദേശം ബ്രിട്ടനിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 17 മുസ്ലിം ഈ മേയർമാരുണ്ട്. അതായത് പുറത്തുനിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരും 17 ഉണ്ട്. ഇപ്പോൾ മാഞ്ചസ്റ്ററൊക്കെ ഭരിക്കുന്നത് ശരിക്കും ഈ മുസ്ലിം മേയറാണ്. അപ്പോൾ അവിടെ ക്രിസ്ത്യൻ ആൾക്കാർ മൈനോറിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം നമുക്കറിയാം. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, അതായത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ സമയത്ത് അവിടെ വൈസ് പ്രസിഡൻ്റായി JD വാൻസ് ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു. സുപ്രധാനപ്പെട്ട കാര്യം. ആ ലോകമാധ്യമങ്ങളൊക്കെ കൂലങ്കഷമായിട്ട് മാസങ്ങളോളം ചർച്ച ചെയ്തൊരു കാര്യമാണ് JD വാൻസ് പറഞ്ഞത്. അതായത് ബ്രിട്ടൻ ലോകത്തിലേക്ക് വെച്ചിട്ട് ഏറ്റവും ആദ്യത്തെ ആണവായുധമുള്ള മുസ്ലിം രാജ്യമായി മാറാൻ പോകുകയാണെന്ന്. അതായത് അതെന്തുകൊണ്ട് JD വാൻസ് അങ്ങനെ പറഞ്ഞേ? നമുക്കറിയാം ഇപ്പോൾ പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമാണ്, പാകിസ്ഥാൻ്റെ പക്കൽ ആണവായുധമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പാകിസ്ഥാനെ പറഞ്ഞില്ല? ബ്രിട്ടൻ ലോകത്തിലെ ആദ്യത്തെ ആണവായുധം കയ്യിലുള്ള മുസ്ലിം രാജ്യം ആവാൻ പോവുകയാണ്. JD വാൻസ് പറഞ്ഞതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പക്കൽ ആണവായുധമുണ്ട്, പക്ഷേ അതിൻ്റെ റിയൽ ഓണർ അമേരിക്കയും സൗദിയാണെന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് സത്യമാണെന്ന് JD വാൻസിൻ്റെ വാക്കുകൾ എന്നൊക്കെ പുറത്തു വന്നില്ലേ? രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രിട്ടൻ ഒരു ആണവായുധ രാജ്യമാണ്. അപ്പോൾ ബ്രിട്ടനിൽ ഫുള്ള് ഇസ്ലാമിസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഗ്രൂമിങ് ഗ്യാങ് എന്ന് പറഞ്ഞൊക്കെ ഒരു ഗ്യാങ്ങൊക്കെ ഉണ്ട്. പാകിസ്ഥാനിൽ നിന്നും മറ്റേ ഇസ്ലാമിക രാജ്യത്ത് നിന്ന് വന്ന ചെറുപ്പക്കാർ വന്നിട്ട് അവിടെ ബ്രിട്ടനിലുള്ള ചെറുപ്പക്കാരി പെണ്ണുങ്ങളൊക്കെ വലിയ രീതിയിൽ മയക്കുമരുന്നും അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ സെക്ഷുവലായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള, അതായത് അവർ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അവിടെ ഒരു പേര് എന്തായാലും മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ UK വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടന്നു. ഈ ഇമിഗ്രൻ്റ് പ്രൊട്ടസ്റ്റ് നടന്നില്ലേ വലിയ രീതിയിൽ. അവർ എക്സ്പെക്ട് ചെയ്ത 10,000 പേരാണ്, പക്ഷേ പങ്കെടുത്തത് ലക്ഷക്കണക്കിന്, ഏകദേശം 1 ലക്ഷം പേരാണ് പങ്കെടുത്തത്. അത്രത്തോളം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കൊണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ഇമിഗ്രൻസിനെ കൊണ്ട്. അപ്പോൾ അതേ രീതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ അമേരിക്കയിലും സംഭവിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ ഏകദേശം 1ാം സ്ഥാനത്ത് ന്യൂയോർക്കാണ്, 2ാം സ്ഥാനത്ത് പാരീസാണ്, 5ാം സ്ഥാനത്ത് നമ്മുടെ മുംബൈ ആണ്. അപ്പോൾ ഇത്രയും വലിയ രീതിയിൽ ക്യാഷ് പൊട്ടുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു മേയറായിട്ട് ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് വരികയാണ്. അപ്പോൾ ഈ നമ്മുടെ മംതാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കർഷക സമരം, പിന്നെ പൗരത്വ ഭേദഗതി, ഇതിനൊക്കെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്ത ഒരാളാണ് ഈ മംതാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ ന്യൂയോർക്കിൻ്റെ, അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്ത, ലോകത്തിൽ തന്നെ ഫൈനാൻഷ്യൽ ക്യാപിറ്റലായ, അമേരിക്കയുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റലായ ന്യൂയോർക്കിൻ്റെ ഒരു മേയറായിട്ട് വരുമ്പോൾ അത് വലിയ രീതിയിൽ ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. അതായത് അമേരിക്ക ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആവാൻ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ വലിയ രീതിയിൽ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുകയാണ് മംതാൻ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ യൂട്യൂബേഴ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരെടുത്ത് ആര് ജയിക്കും. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു മംതാൻ ജയിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മുസ്ലിമാണ്. അപ്പോൾ മുസ്ലിം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡെമോക്രസി ഉണ്ടാവുന്നൊക്കെ. ഞാൻ പറയട്ടെ, ഈ എല്ലാ സ്ഥലത്തും ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അവർ ഭൂരിപക്ഷം അല്ലാത്ത സ്ഥലത്തൊക്കെ അവർ ഡെമോക്രസിയൊക്കെ പറയും. പക്ഷേ ഭൂരിപക്ഷം ആയിക്കഴിഞ്ഞാൽ അവിടെ ഡെമോക്രസി അല്ല ഉണ്ടാവുക. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രസി അവരുടെ ഇതിലില്ല. ഡെമോക്രസി എന്ന് പറയുന്നത് അവർക്ക് ഹറാമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇറങ്ങിയിരുന്നത്. ഇപ്പോൾ അവർ വലിയ രീതിയിൽ ഡെമോക്രസി എന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന, ന്യൂയോർക്കായാലും അമേരിക്കയിലും കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഡെമോക്രസിയൊക്കെ എടുത്ത് വെളിയിൽ കളയും. പിന്നെ അവരുടെ മതനിയമം, ശരിയായ നിയമം നടപ്പിലാക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനായാലും ഈ അമേരിക്കൻ പ്രസിഡന്റ് ന്യൂയോർക്ക് മേയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട മംതാന് വേണ്ടിയിട്ട് ഏകദേശം 1,000 കോടി രൂപയാണ് ഈ ഹമാസും ആൾക്കാർ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പൊട്ടിച്ചെന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്ത വരുന്ന ദിവസം പുറത്തുവരും. നമുക്കതിനെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.